ഹായ്. അപ്പോൾ ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയാണ്. ഇന്ന് നമ്മൾ ആശുട്ടൻ്റെ സ്കൂളിലേക്ക് പോവാണല്ലേ? ഓക്കെ, ഇന്ന് ആശുവിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമ്മുടെ ആശുട്ടന് സ്കൂളിലൊരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ പ്രിപ്പറേഷനിലാണ് നമ്മളിപ്പോൾ അല്ലേ? ഒരു 10-30 ക്വസ്റ്റ്യൻസ് 2 ദിവസം കൊണ്ട് തന്നെ ആൾ പെട്ടെന്ന് പഠിച്ചെടുത്തു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓക്കെ ആയി. അപ്പോൾ അതിൻ്റെ ഫൈനലായിട്ട് നമുക്ക് ഒന്നുകൂടി ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കാം അല്ലേ ആശു? ഓക്കെ, ചോദിക്കട്ടെ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം 1856 ഓഗസ്റ്റ് 20. ഓക്കെ, ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം തിരുവനന്തപുരം ചമ്മഴന്തി. ഓക്കെ, ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേര് വയൽവാരത്തെ ഉയേടി. ഓക്കെ, ശ്രീനാരായണ ഗുരുവിൻ്റെ പിതാവിൻ്റെ പേര് കുഞ്ഞുവിള മാടനാശൻ. കൊച്ചുവിള മാടനാശൻ. ഓക്കെ, മാതാവിൻ്റെ പേര് വയൽവാരത്തെ കുട്ടിയമ്മ. പിന്നെ ഭാര്യയുടെ പേര് കാളിയമ്മ. ഓക്കെ, പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരുടെ പേര് രാമം പിള്ള ആശാൻ തൈക്കാടയ്യ. ശ്രീനാരായണ ഗുരുവിൻ്റെ ബാല്യകാല നാമം നാണു. ഓക്കെ, പിന്നെ ശ്രീനാരായണ ഗുരുവിനെ യോഗ പഠിപ്പിച്ചത് തൈക്കാടയ്യ. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് പിള്ളത്തടങ്കുവ. പിള്ളത്തടങ്കുവ എവിടെയാ? മരുത്തോമല എവിടെയാ? കന്യാകുമാരി. ഓക്കെ, ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത് 1882. സ്ഥലം ഓർമ്മയുണ്ടോ? ഇവിടെ നാണു. സ്ഥലം അന്നൂർ ക്ഷേത്രം. ക്ഷേത്രത്തിൽ. അവൻ പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. 2 ദിവസം കൊണ്ട് തന്നെ ഒരു 10-30 ക്വസ്റ്റ്യൻസ് പഠിച്ചെടുത്തു. അവന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്താണെന്നറിയില്ല, നമുക്ക് നാളെ ക്വിസ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ചൊരു വീഡിയോ ആക്കിയിട്ട് ഇടാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ എന്തിനാ പോകുന്നതെന്ന് മനസ്സിലായല്ലോ. ആശുട്ടന് ക്വിസിന് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമ്മാനം വാങ്ങാൻ പോവുകയാണ്. സമ്മാനമൊക്കെ വാങ്ങി, പായസമൊക്കെ ഉണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ എല്ലാം അടിച്ചു പൊളിച്ചിട്ട് വരാം അല്ലേ? അപ്പോൾ നമ്മൾ സ്കൂട്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ഇവിടെ അടുത്താണ്, അപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് സ്കൂള്. ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയ പൂജ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് അവൻ്റെ ക്ലാസ് കാണിച്ചു തരാനൊക്കെ എന്നെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഹൈവേ റോഡിൻ്റെ പണി നടക്കുന്നത് കാണാൻ പറ്റും. ഒരുപാട് മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് KG ക്ലാസ് ആണ്. അപ്പോൾ അവിടെയാണ് പ്രോഗ്രാം. ചെറിയൊരു പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫൈനലി ആശുക്കുട്ടരുന്ന പ്രൈസ് വാങ്ങാൻ പോയിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ പായസ വിതരണമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഇലയിട്ട് അരിപ്പായസമൊക്കെ വിളമ്പി. SN വിദ്യാനികേതനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവസത്തിന് ഇത്ര ഒരു പ്രത്യേകത അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പായസമൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ആശുട്ട ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.